സുഹൃത്തുക്കളെ, ഈ വയനാട്ടിലുണ്ടായ ഈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 350 കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, എത്രയോ മനുഷ്യർ ഇപ്പോഴും ഇതിനടിയിൽ ഉണ്ടാവും എന്ന് ഇതുവരെ ഈ റെസ്ക്യൂ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടും അറിയില്ല. മാത്രമല്ല, എന്തുമാത്രം ബാക്കിയുള്ള നാശനഷ്ടങ്ങളുണ്ടായിരിക്കുന്നു. പക്ഷേ ഇന്നലെ കണ്ടിട്ടുള്ളതിനകത്ത് വെച്ച് വളരെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത എന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ, അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സർക്കാരിൻ്റെ ഒരു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അദ്ദേഹത്തിനൊരു സംഭാവന കൊടുക്കാം. അദ്ദേഹം അത് കൊടുത്തു. 25 ലക്ഷം രൂപ അദ്ദേഹം സംഭാവന കൊടുത്തു. അത് മാത്രമല്ല, അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഈ അവിടെയുള്ള മനുഷ്യർക്ക്, ഈ റെസ്ക്യൂ മുഖത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് വളരെ പ്രചോദനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ വന്ന് അവരുടെ ഒപ്പം അവരുടെ കാര്യങ്ങൾ തിരക്കി. അത് അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ വഴി ഏതാണ്ട് 3 കോടിയോളം രൂപ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി. അതുമാത്രമല്ല, ഇനിയും അദ്ദേഹം അതിന് തയ്യാറാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല, മുണ്ടക്കൈ പ്രൈമറി സ്കൂളിൻ്റെ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം അത് ഏറ്റെടുക്കുന്നു എന്ന് കേൾക്കുന്നു. നല്ല വാർത്തകളാണ്. പ്രത്യേകിച്ചും ഈ വലിയ വേറൊരു സാഹചര്യത്തിൽ സാധാരണക്കാരുടെ ജീവിത സാഹചര്യമല്ല അവർക്കുള്ളത്. എന്നാലും അവർക്കിതിനകത്ത് റെസ്പോൺസിബിളായിട്ട് സാമൂഹിക ബാധ്യത, പ്രതിബദ്ധത ഉണ്ടാവണമെന്നില്ല. പക്ഷേ മോഹൻലാലിൻ്റെ ഈ ഒരു പ്രവൃത്തി ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷനാണ്. ഇതിനകത്ത് മോഹൻലാലിനെ പറ്റി നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ ഒരുപാട് പോപ്പുലർ ആണെങ്കിൽ തന്നെ അദ്ദേഹം പോപ്പുലാരിറ്റിക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം പൊതുവെ പറയുന്ന ഒരു ഇച്ചിരി ഷൈ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി ഒരുപാട് പ്രചോദനമാണ്. ഒരുപാട് പേർക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വിമർശിക്കുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അദ്ദേഹം സൈനിക വേഷത്തിൽ വന്നു, വെറുപ്പ് മാത്രം ഇങ്ങനെ ഈ പരത്തിക്കൊണ്ടിരിക്കും. അത് വെച്ച് ചില ആളുകൾ സിനിമ വരെ എടുത്തു. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനൻറ്റ് കേണലിനെ പറ്റിയൊക്കെ സിനിമ എടുത്തു. ഈ പറഞ്ഞ ആളുകൾ, പല ആൾക്കാരും അവിടെ കൊണ്ട് അത് നിർത്തി. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപാട് പേരുണ്ട് ഈ വിമർശനം മാത്രം പറയുന്ന ആളുകൾ. പക്ഷേ ഈ നല്ല കാര്യം ചെയ്യാനും മറ്റുള്ളവരുടെ ഈ ഒരു അവസ്ഥ കാണാനും അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സിന് നന്ദി പറയുന്നു.